ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടുള്ള ക്രാഫ്റ്റാണ്. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ പ്ലാസ്റ്റിക്കൊക്കെ നമ്മൾ കളയുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ ഇനി തൊട്ട് കളയേണ്ട ആവശ്യമില്ല. അത് വെച്ചിട്ട് നമുക്കോരോ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും കൂടി ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം ഇതുപോലൊരു പേപ്പർ കട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു അടിഭാഗമാണ് നമുക്ക് വേണ്ടത്, ബാക്കി നമുക്ക് ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ മേളിൽ നമുക്ക് ഇതുപോലത്തെ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഈ കാണുന്നത് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു പെറ്റലിൻ്റെ രീതിയിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഇരിക്കും. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഈ കാണുന്ന ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഒരു ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്ക് മടക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ മടക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മെറൂൺ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. നമുക്ക് അടുത്തതായിട്ട് ഇതുപോലത്തെ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു വൈറ്റ് ഫോം ഷീറ്റാണ്. ഈ ഒരു കളറായിരിക്കും മറ്റേതിൻ്റെ കൂടെ ആ ഒരു മെറൂൺ കളറിൻ്റെ കൂടെ കുറച്ചും കൂടി ഒരു ചേർച്ച ഉണ്ടാവുക. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. നിങ്ങൾക്ക് വേറെ ഗോൾഡോ അല്ലെങ്കിൽ സിൽവർ അതൊക്കെ എടുക്കാവുന്നതാണ്. നമുക്കിതുപോലെ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ നേരത്തെ അതിനകത്ത് ചെയ്ത പോലെ തന്നെ ഒരു പെറ്റലിൻ്റെ രീതിയിൽ ഇങ്ങനെ ഫുള്ളായിട്ടും നമുക്ക് വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ആ ഒരു ഫോം ഷീറ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ ഒരു സ്ട്രിപ്പും കൂടെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതൊരു മെറൂൺ കളർ പേപ്പറിൽ നിന്ന് ഇതുപോലത്തെ കുറച്ച് സർക്കിളും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഫോം ഷീറ്റിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. ഈ ആ സ്ട്രിപ്പിൻ്റെ നടുക്ക് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്ട്രിപ്പ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അത് മെറൂൺ കളർ പേപ്പറിൽ നിന്ന് തന്നെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കളർ അടിച്ച് വെച്ച പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. എന്നിട്ട് നമ്മൾ ഈ ഫോം ഷീറ്റിൽ നിന്ന് നടുക്ക് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഫെവിക്കോളിനെക്കാളും നല്ലത് വേറെ ഏതെങ്കിലും ഗ്ലൂ എടുക്കുന്നതായിരിക്കും. ഇത് കുറച്ച് പാടാണ് ഒട്ടാനായിട്ട്. അപ്പോൾ ഞാനത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ട്രിപ്പിൻ്റെ രണ്ട് അറ്റത്തായിട്ട് ഇതുപോലെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ആ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ മേളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. ഇതിന് പകരം സ്റ്റാപ്ലർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാൻ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കുറച്ചും കൂടെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ഫോം ഷീറ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ വേസ്റ്റായിട്ട് വന്ന കുറച്ച് സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതുപോലെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് സർക്കിൾ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് തന്നെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് വേറെ എന്തെങ്കിലും ഡെക്കറേഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഇത്രയേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. പിന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്ലവേഴ്സൊക്കെ വയ്ക്കാവുന്നതാണ്. പ്ലാന്റ്സൊക്കെ നമുക്ക് ഇതിനകത്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ അതുകൂടാണ്ട് നമുക്ക് പേനയും പെൻസിലും ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹോൾഡറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഇമേജസ് എൻ്റെ ഇൻസ്റ്റഗ്രാമിലോട്ട് അയച്ചു തരാം. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നവരോ. ബൈ, താങ്ക് യു.